നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹരീന്ദ്രനാകട്ടെ വരുമാനം തീരെയില്ലാത്ത ക്ഷേത്ര പൂജാരിയായ ശ്രീധര ശർമ്മയും. ഇനിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചിലരെങ്കിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കഥ തുടങ്ങാല്ലേ അമ്മേ? തുടങ്ങാം. സുധാമയി, സുധേ, സുധേ. ആ, എന്തെത്ര വൈകിയത്? ഞാൻ എത്ര നേരായി നോക്കിയിരിക്കുന്നു. ദേ, ഉണ്ണി വിശന്ന് തളർന്ന് ഉറങ്ങിപ്പോയി. അവനിന്നൊന്നും കഴിച്ചിട്ടില്ല. അയ്യോ പാവം. നീ അവനെ ഉണർത്തി ഈ പടച്ചോറ് കൊടുത്തോളാ. കറിയൊന്നും ഉണ്ടാക്കിയില്ലേ? എങ്ങനെ ഉണ്ടാക്കാനാ? കാലെണ്ണ എടുക്കാനുണ്ടോ? ഉപ്പും മുളകും പോലും ഈ വീട്ടിലില്ല. പായസം ഇല്ലേ? പായസോ? എത്ര നാളായി ഒരു കൂട്ടുപായസോ അറുനാഴിയോ കഴിപ്പിക്കാൻ ആള് വന്നിട്ട്. ആളുകൾക്ക് ക്ഷേത്രവും വേണ്ട ദേവിയും വേണ്ടെന്നായിരിക്കണു. കലികാലം. അതെ, നാളെ നമ്മുടെ തെക്കേമനിലെ കൃഷ്ണൻ നമ്പൂതിരിയുടെ മകളുടെ വേളിയാണ്. എന്തെങ്കിലും ഇത്തിരി പൊന്നോ പണോ നമ്മൾ കൊടുക്കണ്ടേ? അങ്ങയുടെ സഹോദരിയുടെ മകളാണ്. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാണ്ടല്ല സുധേ, നിവൃത്തിയില്ല. ദക്ഷിണയായി ഒരു ഓട്ടക്കാലണ പോലും ഇന്നും കിട്ടിയില്ല. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മുടങ്ങണത് പോട്ടെ, പൂജയും മുടങ്ങുന്ന ഇപ്പൊ എന്റെ പേടി. ഇങ്ങനെ പോയാ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലോ എന്റെ ഭഗവതി. കഷ്ടത്തിലായി പോകുന്നല്ല, കഷ്ടത്തിലായിരിക്കുന്നു. എന്റെ കുഞ്ഞു വിഷ്ണുപാദന് വിദ്യാഭ്യാസം ചെയ്യിക്കണ്ടേ? അവന് ഉടുക്കാനോടാനൊക്കെ വാങ്ങിക്കണ്ടേ? അവന്റെ കാര്യമാണ് കഷ്ടം. അപ്പൊ നിന്റെ കാര്യോ സുധേ? വായുഭക്ഷണം കഴിച്ച് നീ അങ്ങ് വല്ലാണ്ടായിരിക്കണു. ഒരു നേരത്തെ പടച്ചോറ് എന്താവാനാ? ഇതിനൊരു മറുകൃതി കണ്ടേ പറ്റൂ. എന്ത് മറുകൃതി? ശാന്തിപ്പണി അല്ലാതെ മറ്റെന്ത് പണി അങ്ങക്ക് അറിയാം? അതെ, പൂജയും മന്ത്രമായി കാലം കുറെ പോയില്ലേ. മടുത്തു. പണിയെടുത്ത് ശീലിച്ചിരുന്നെങ്കിൽ ഈ ശരീരെങ്കിലും ഒന്ന് ഉറച്ചേനെ. ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല ആൾക്കാർ ക്ഷേത്രത്തിൽ വരാത്തത്. പണം വാരിക്കോരി കൊടുക്കാൻ ക്ഷേത്രങ്ങൾ എത്രയോ ഉണ്ട്. നമ്മുടെ ഭഗവതി കോവിലിൽ മാത്രം ആളുവരവും ഇല്ല, നടവരവും ഇല്ല. എന്താ ഇത്? ഭഗവതിക്കും ശനിദശയോ? കഷ്ടപ്പെട്ട് മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ചത് മിച്ചം. അമ്മേ, എനിക്ക് വിശക്കുന്നു. കുട്ടി ഇരുന്നോളൂ, അമ്മ വിളമ്പാ. ഇതെന്താ അമ്മേ? ചോറാ കുട്ടി. അത് മാത്രമല്ലോ? അമ്മ ഇത്തിരി പുളി പിഴിഞ്ഞ് ഒഴിച്ചു തരാം. എന്റെ കുഞ്ഞ് പട്ടിണി കിടക്കരുത്. വാ. ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുക? മറ്റൊരു മാർഗം കണ്ടേ പറ്റൂ. അസലായിരിക്കണോ? എന്താ ലയം, എന്താ താളം, എന്താ മുഖപ്രസാദം. സാക്ഷാൽ സരസ്വതി ദേവി തന്നെ. ഇവിടെ എല്ലാവർക്കും വലിയ അസൂയ. എന്തിന്? ഈ സൗന്ദര്യം എന്റെ സ്വത്താണല്ലോ, അതന്നെ. ദേഹമാസകളോട് കോരിത്തരിക്കണു. കിടപ്പറയിലേക്ക് പോയാലോ? വയലില് പണിക്കാറുണ്ട്, വേഗം അങ്ങോട്ട് ചെല്ല. ചെല്ല. അന്യ സ്ത്രീകളെ കൊതിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഭാര്യയെ കൊച്ചു നടക്കണത് ഈ ഭൂമുഖത്ത് ഞാനേ ഉണ്ടാവും. നമ്പൂതിരി പോയല്ലേ? പോയതല്ല, പറഞ്ഞയച്ചു. പരിഭവത്തിലാ. പരിഭവമല്ല, നിരാശ. ദാ. ആഹാ, കൊള്ളാലോ. എവിടുന്നാ ഇത്? നാടുവാഴിയുടെ ഭാര്യ കുളക്കടവിൽ ഊരി വെച്ചു. കണ്ടപ്പോ തോന്നി സാവിത്രിയുടെ കയ്യിലണിഞ്ഞാൽ ഭംഗിയായിരിക്കുമെന്ന്. കള്ളൻ. വിളിച്ചോളൂ. സാവിത്രി അങ്ങനെ വിളിക്കുമ്പോ അതൊരു സുഖവാ. എന്നും ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും കണ്ടുമുട്ടിയാ മതിയോ? ഒന്ന് ക്ഷമിക്ക്. കീഴെടുത്ത നമ്പൂതിരിയുടെ സമ്പത്ത് നിസ്സാരമല്ല. അത് ഞാൻ സ്വന്തമാക്കിയിട്ട് എന്നെ സ്വന്താക്കിയാ പോരെ. എന്നിട്ട് എന്നും ഈ മാറിൽ തന്നെ ഞാൻ ഉണ്ടാവും.
രാജ്യമ്മ എന്ന സ്ത്രീക്ക് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കാമുകനുണ്ടായിരുന്നു. ബ്രാഹ്മണനും ആസുര സ്വഭാവവുമുള്ള മാർക്കണ്ഡേയൻ. അയാൾ എന്തു ക്രൂരത ചെയ്യാനും മടിയില്ലാത്തവനാ. അനന്യയെ പ്രണയിച്ചു വഞ്ചിച്ച ഹേമന്തില്ലേ, അയാളുടെ മുൻജന്മമാണ് ഈ മാർക്കണ്ഡേയൻ. പോയിട്ട് എന്തായി മാധവി? കുറച്ചെങ്കിലും പണം തന്നോ? പണം തന്നില്ലെന്ന് മാത്രമല്ല, മുഖത്താട്ടുകയും ചെയ്തു. പണവും തരില്ല, ആഭരണങ്ങളും വിട്ടുതരില്ല എന്ന് തീർത്തും പറഞ്ഞു. തറവാടും ഭൂമിയും വിട്ടുകൊടുക്കാതെ ഒന്നും തരില്ലാത്രേ. ആളുകളെ കൊള്ളയടിച്ച് ശീലിച്ചവർ അതല്ലേ ചെയ്യൂ. തമ്പുരാന് പറ്റിയ കയ്യബദ്ധം. അല്ലെങ്കിൽ ആഭരണങ്ങളും മറ്റും അവരെ ഏൽപ്പിക്കോ? ത്രിവിക്രമൻ തമ്പി എല്ലാം ചതിയിൽ കൈക്കലാക്കി. എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തമ്പുരാൻ ഈ നാട് വിട്ടു പോകുമായിരുന്നു. ദേവനാരായണ തമ്പുരാൻ പോയിട്ട് ഏറെ കാലമായിരിക്കണു. എന്താ തമ്പുരാട്ടി ഇനി അദ്ദേഹം തിരിച്ചു വരാത്തെ? അദ്ദേഹം പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിലെ സേവകനല്ലേ, ഒഴിവ് കിട്ടുന്നുണ്ടാവില്ല. കിട്ടിയാ വരും. പക്ഷെ തമ്പുരാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇപ്പൊ തന്നെ പൊറുതിമുട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു തമ്പി. തമ്പുരാട്ടി പറഞ്ഞിട്ട് മധുരയിലേക്ക് പോകുന്ന കച്ചവടക്കാരോട് 1-2 വട്ടം ഞാൻ പറഞ്ഞയച്ചിരുന്നു. അവരാരും തമ്പുരാനെ കണ്ടില്ലെന്നും പറഞ്ഞാ തിരിച്ചു വന്നേ. ഇനിയിപ്പോ എന്തെങ്കിലും? ഇല്ല, അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ജീവന് കാവലായി ഭഗവതി ഉണ്ടാവും. മാധവി നോക്കിക്കോ, കൈ നിറയെ ധനവുമായി അദ്ദേഹം ഒരു ദിവസം വരും. കടങ്ങളൊക്കെ വീട്ടും. ഉത്തറയ്ക്കൽ തറവാടിന്റെ പഴയ പ്രൗഢിയും ഐശ്വര്യവും തിരിച്ചു വരും. പക്ഷേ ഒരുപാട് വൈകിപ്പോയി. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ചിലപ്പോ ഞാനുണ്ടായിന്ന് വരില്ല. തമ്പുരാട്ടി, പ്രതീക്ഷ പറ്റിയിട്ടില്ല മാധവി. പക്ഷേ കുത്തുവാക്കുകൾ കേട്ട് മടുത്തിരിക്കുന്നു. ഇതിലും ഭേദം മരണം തന്നെയാണെന്ന് ചിന്തിച്ചു പോകുക. അമ്മേ ഭഗവതി, അവിടുന്നല്ലാതെ സങ്കടങ്ങൾ കേൾക്കാൻ മറ്റാരുമില്ല. കടങ്ങൾ തീർത്ത് ആത്മാഭിമാനത്തോടെ മരിക്കാനെങ്കിലും അനുഗ്രഹിക്കണേ ഭഗവതി. പിറന്നാളാ ഭരണി. പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ഓ, ഇത് സ്വർണ്ണല്ലേ കുട്ടിയെ? അറിയാതെ താലത്തിൽ വീണു പോയതാണോ? ദ്രവ്യങ്ങൾ ദേവിക്കുള്ളതാ. ആ സ്വർണ്ണ നാണയം അങ്ങേക്കുള്ള ദക്ഷിണയാ. തിരുമേനി പുഷ്പാഞ്ജലി കഴിക്കേ. ഓ